നമസ്കാരം. ശ്രീ സുൽത്താൻ നസീർ. അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് താങ്കൾ. മീഡിയ മലയാളം ലൈവ് ചാനലിലേക്ക് താങ്കൾക്ക് സുസ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ യുദ്ധം ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ലോക രാഷ്ട്ര തലവൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. കൂടാതെ ഗാസ, ഹമാസ്, ഇസ്രയേൽ ഇങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ സംഘടനയ്ക്കുള്ള ഒരു പ്രാധാന്യമെന്ത്, നിങ്ങൾ നൽകുന്ന സന്ദേശമെന്ത്, അതൊന്ന് പറയാം. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് ലോകത്ത് 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 200-ലധികം രാജ്യങ്ങളിൽ ഒരു നേതൃത്വത്തിന് കീഴിലാണ്, ആത്മീയ നേതൃത്വത്തിന് കീഴിലാണ് അഹമ്മദിയ ജമാഅത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അഹമ്മദിയ ജമാഅത്തിൻ്റെ ആഗോള നേതാവിൻ്റെ പേര് ഹസ്രത്ത് മീർസ മസ്റൂർ അഹമ്മദ് എന്നുള്ളതാണ്. അദ്ദേഹം ലണ്ടൻ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഈ സന്ദർശന വേളകളിലെല്ലാം അദ്ദേഹം ആ രാജ്യത്തിലെ പലപ്പോഴും തന്നെ അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ അവരെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പാർലമെൻറ്റിൽ അമേരിക്കയിലെ ക്യാപിറ്റൽ ഹില്ലിൽ, അതേപോലെ തന്നെ കാനഡയിലെ പാർലമെൻറ്റിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ, യൂറോപ്യൻ പാർലമെൻറ്റിൽ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലെ പാർലമെൻറ്റുകളിലെല്ലാം അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 20 വർഷത്തിൽ 2 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞ കാലത്ത് ആളുകൾ പലരും പറഞ്ഞിരുന്നു, ഇതെങ്ങനെ സംഭവിക്കാനാണ്, ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുണ്ട്, ഇന്ന് മറ്റ് പല സംവിധാനങ്ങളുണ്ട്, ലോകത്തിന് തന്നെ യുദ്ധത്തിനെതിരെ ഒരു മനസ്സാക്ഷിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏതാനും 2008-ലെ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമൊന്നുമില്ല, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷത്തിൽ അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അവിടെ ഊന്നൽ നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ പോവുകയും ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിൽ എത്തുകയുമാണ് എങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്നത് പിന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ആയിരിക്കും, ആണവായുധങ്ങളായിരിക്കും. ആണവായുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ മാത്രമല്ല ബാധിക്കുക. ലോകത്തിൽ തന്നെ ഏകദേശം പല പഠനങ്ങളും പറയുന്നത് 60% ആളുകൾ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്, മറിച്ച് പ്രശ്നം വരാവും അല്ലേ? തീർച്ചയായിട്ടും അത് ഈ തലമുറയെ മാത്രമല്ല വരും തലമുറയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരും. പിന്നീട് വരുന്ന തലമുറക്ക് പോലും നമുക്ക് ഒരിക്കലും തന്നെ ഒരു ശോഭനമായൊരു ഭാവിയെ നൽകാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി, ഒരു 3ാം ലോക മഹായുദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഇപ്പോഴത്തെ ആഗോള നേതാവ് അദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ഏറ്റവും അടിസ്ഥാനപരമായി അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് നീതി പാലിക്കുക എന്നുള്ളതാണ്. നീതിയോടുകൂടി പെരുമാറുക എന്നത്. എവിടെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അശാന്തിയും അസമാധാനവുമാണ്. അങ്ങനെ ഈ അശാന്തിയും അസമാധാനവും വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലും സമൂഹത്തിലൊക്കെ പടർന്നുകൊണ്ട് പിന്നീട് അത് രാജ്യങ്ങളിലാവുകയും ഇങ്ങനെ ലോകം നാശത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രത്യേക ദൈവമല്ല, മറിച്ച് എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അതായത് ദൈവം എന്ന് പറയുന്നത് നമുക്ക് വായു, വെള്ളം, അതേപോലെ തന്നെ മറ്റുള്ള പ്രകൃതി സൗകര്യം എല്ലാവർക്കും, ഹിന്ദുവിനും മുസ്ലിമിനും നിരീശ്വരവാദിക്കും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് ദൈവം ഓരോരോ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ, ദൈവ നിയോഗിതരെ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് കൃഷ്ണനും ശ്രീരാമനൊക്കെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് എല്ലാ സമൂഹത്തിലേക്കും എല്ലാ ജനതകളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 1,24,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാരാണ് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ മുതലായവർ. അതേപോലെ തന്നെ കൺഫ്യൂഷ്യസ്, സൊറാഷ്ട്രർ, ഇവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരിൽ സ്നേഹവും ഐക്യവും
മനുഷ്യർക്കിടയിൽ സമാധാനമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച മഹാത്മാക്കളാണ്. നമ്മൾ ഇവരെല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരോടും നമ്മൾ ബഹുമാന പുരസ്സരം അവരെ കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള സമാധാനം സംജാതമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിശ്വസിക്കുന്നത്, ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനിലും ഒക്കെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരു മുസൽമാൻ യഥാർത്ഥത്തിലുള്ള മുസൽമാനാവുകയുള്ളൂ എന്നാണ്. കാരണം വിശുദ്ധ ഖുർആന്റെ അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ പറയുക, അല്ലെങ്കിൽ വിശ്വസിച്ചവരെ നിങ്ങൾ പറയുക, ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങളൊരു വ്യത്യാസം കൽപ്പിക്കുന്നില്ല, വിശ്വാസ കാര്യത്തിൽ നമ്മൾ ഒരു വ്യത്യാസം കൽപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവരെയും വിശ്വസിക്കുമ്പോഴാണ് ആകുക. അപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനെയും ശ്രീരാമനെയൊക്കെ ആരാധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അങ്ങനെ പേരെടുത്ത് പ്രവാചകന്മാരാണ്. അതെ, പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിൽ വളരെ കുറവ് മാത്രമാണ്. പക്ഷെ പ്രവാചകനാണ്, അത് തീർച്ചയായിട്ടും പ്രവാചകന്മാരാണ്. അതാണ് പറഞ്ഞത്, എല്ലാ നാടുകളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണനെ പോലെ ഒരു മഹാത്മ ഈ ആർഷഭാരതത്തിൽ വന്ന മഹാനായ, എത്രയും മഹാനായ മറ്റൊരു വ്യക്തിയെയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വെളിപാട് എന്ന് പറയുന്നത്, പിന്നെ ഹേ കൃഷ്ണ രുദ്രഗോപാൽ തേരി മഹിമ ഗീതാമേ ലിഖി ഗയി ഹെ, അല്ലയോ കൃഷ്ണ രുദ്രഗോപാല, നിന്റെ മഹിമ ഇതാ ഗീതയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് നമുക്ക് അപ്പൊ അത് ഒരു സന്ദേശം, ഗീതവും ദൈവികമാണ്, ഗീതയും ദൈവികമാണ്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ മതങ്ങളിലും അതാത് കാലത്തിൽ പ്രവാചകന്മാർ വരികയും ദൈവികമായ ഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് പല മനുഷ്യന്റെ സ്വാഭാവികമായ നിലയിൽ അത്തരത്തിലുള്ള യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നുവോ, ഏതൊരു അധ്യാപനങ്ങൾ കൊണ്ടുവന്നുവോ, അതിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യതിചലിച്ചു പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നൽകിയ അധ്യാപനമാണിത്. അതായത് ഈ ഇവരെല്ലാവരും പ്രവാചകന്മാരാണ്. അതേപോലെ തന്നെ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിന്റെ പേരല്ല ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മസംസ്കരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മസംസ്കരണമാണ്. അതേപോലെ തന്നെ മതത്തിന്റെ പേരിൽ യുദ്ധം എന്ന് ഒന്നില്ല. മതം എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. ഹൃദയത്തെ ഒരിക്കലും തന്നെ നമുക്ക് വാളുകൊണ്ടോ ആയുധം കൊണ്ടോ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഹൃദയത്തെ ഹൃദയം കൊണ്ടാണ് കീഴ്പ്പെടുത്താൻ സാധിക്കുക, സ്നേഹം കൊണ്ടാണ് കീഴ്പ്പെടുത്താൻ സാധിക്കുക. പ്രവാചകന്മാർ ശ്രീകൃഷ്ണനും ശ്രീരാമനും മുഹമ്മദ് നബിയും യേശു ക്രിസ്തുവും അബ്രഹാമും മോസസും എല്ലാം ഹൃദയം കീഴടക്കിയത് സ്നേഹം കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കർത്താവ്, അതായത് സ്നേഹം കൊണ്ട് ഹൃദയം കീഴടക്കുന്ന പരിഷ്കർത്താവ് താനാണ് എന്നുള്ളതാണ് അഹമ്മദിയ. ചോദിച്ചോട്ടെ, ഈ യുദ്ധവെറിയും ഈ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ മതഭ്രാന്തം കൊണ്ട് നടക്കുന്ന ഈ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കൊക്കെ ഇത്തരം ഉപദേശങ്ങൾ തലയിൽ കയറാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല, ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മനുഷ്യരല്ലാത്ത കുറേയധികം പേരുണ്ട്. പിന്നെ എനിക്ക് അത് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. കാര്യം സന്ദേശം വളരെ വലുതാണ്. പക്ഷെ ഇത് എത്തിക്കാൻ നിങ്ങളുടെ പ്രയത്നം ഭീകരമായി വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയൊരു സമൂഹമാണ് ഞങ്ങൾ അഹമ്മദിയ സമൂഹം എന്ന് പറയുന്നത്. 213 രാജ്യങ്ങളിലുണ്ട് എങ്കിൽ പോലും ലോകത്തിന്റെ ജനസംഖ്യ എടുക്കുമ്പോൾ ചെറിയൊരു സമൂഹമാണ്. അപ്പൊ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ സന്ദേശം ഞങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് പൂർണ്ണമായ അവബോധമുള്ളവരല്ല. ഈ സ്വാർത്ഥ താല്പര്യമുള്ള രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് യഥാർത്ഥത്തിലുള്ള സന്ദേശം ലഭിക്കുകയാണെങ്കിൽ, അതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും അവർ ഇന്നല്ലെങ്കിൽ നാളെ ഗ്രഹിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ സന്ദേശം ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്? തീർച്ചയായിട്ടും. ഇന്ത്യയിലും അതേപോലെ തന്നെ മറ്റു പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് വിലക്കുണ്ട്. നേരത്തെ സാർ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല, പൗരാവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഞങ്ങളെ ഈ ഒരു സംഘടനയുടെ ഇതിൽ നിങ്ങൾ ഇവർക്ക് ഈ ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ ഇടയിലെ ഭൂരിപക്ഷത്തിൽ നിങ്ങളെ കോർണർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞത്. പാകിസ്ഥാനിലൊക്കെ തന്നെ പാർലമെന്റ് മുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഞങ്ങളുടെ പള്ളിയെ പള്ളി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വ്രതങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നവരല്ലേ? തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നവർ? തീർച്ചയായിട്ടും. അപ്പോൾ സാർ, എനിക്കിതിൽ ഒന്നുകൂടെ ചോദിക്കാനുള്ളത്,
ഈ ഒരു സംസാര ലോകത്ത്, നമ്മളിപ്പോൾ ഈ നടക്കുന്ന ലോകത്ത് ഈ ഒരു നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും അംഗീകരിക്കപ്പെടുമോ എന്ന് ഒരു വേള സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പൊ അത് എത്രത്തോളം ഫലവത്താകും എന്ന രീതിയിൽ ഒരു ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടോ? ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഒരിക്കലും 50% എത്തിക്കാൻ കഴിയില്ലെങ്കിൽ അത് വിജയമല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. മറിച്ച് ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വേൾഡ് ലീഡർ മിർസ മസ്രൂർ എവിടെയാണുള്ളത്? അദ്ദേഹം ഇപ്പൊ ലണ്ടനിലാണുള്ളത്. മിർസ മസ്രൂർ അഹമ്മദ് സാഹിബ് അദ്ദേഹം ഈ സന്ദേശവുമായി ലോകരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളിലെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇസ്ലാമോഫോബിയ പിടിപെട്ട യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹം അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഈ ഒരു സന്ദേശമാണ് ഇസ്ലാമിന്, അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നൽകുന്ന സന്ദേശമാണ് ഇസ്ലാമിന്റെ സന്ദേശമെങ്കിൽ ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നഗരങ്ങളിലെ മേയർമാർ പ്രതീകാത്മകമായ പിന്നെ നഗരത്തിന്റെ താക്കോലുകൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈ നഗരം താങ്കളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ്. അത് ലോകം സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഇവിടെ നമ്മുടെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇഷ്ടംപോലെയുണ്ട്. SDPI തുടങ്ങി നിരോധിക്കപ്പെട്ട സംഘടനകളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ നിരീക്ഷണം ഏതൊരു സംഘടനയും, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുടെ മേൽ ഈ കേന്ദ്ര ഗവൺമെന്റ് നിരീക്ഷണമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നിരീക്ഷണം നിങ്ങളുടെ മേൽ ഉണ്ടായത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നിരീക്ഷിക്കുന്നത് കൊണ്ട് നമുക്കൊരു തെറ്റില്ല. കാരണം നമ്മുടെ ഒരു ഓപ്പൺ പുസ്തകമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാം തന്നെ. കാര്യം രാജ്യം ഭരിക്കുന്നത് പിന്നെ RSS എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറയെങ്കിലും അവരാണ് ബാക്കിൽ നിൽക്കുന്നത് BJPയുടെ. അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭീഷണിയോ മറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കാരണം അവരെല്ലാവരും തന്നെ അഹമ്മദിയ ജമാഅത്തുമായിട്ട് വളരെ അടുത്ത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ജാതി മതസ്ഥർ ഈ സംഘടനയിലുണ്ടോ? ഇപ്പൊ ഹിന്ദുക്കൾ, ഇപ്പൊ യൂസഫ് അലി കച്ചേരി എന്ന് പറയുന്ന കവി, അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ള ആളാണ് അല്ലെ? കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പൊ അതുപോലെ മറ്റ് ജാതി മതസ്ഥരുടെ സപ്പോർട്ടോ മറ്റോ ഇതിലൊക്കെ ഉണ്ടോ? എല്ലാ അഹമ്മദിയ മുസ്ലിം ജമാഅത്തുമായിട്ട് എല്ലാ സമാധാനകാംക്ഷികളായിട്ടുള്ള എല്ലാ ജാതി മതസ്ഥരും വളരെ സ്നേഹത്തിലും വളരെ സൗഹാർദ്ദത്തിലുമാണ്. ഈവൻ മുസ്ലിങ്ങളിൽ പോലും സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും. ഇതിന് ഇന്ത്യ ഒട്ടുക്ക് എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സംഘടനയുണ്ട്? ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്ത്യയിലെ പഞ്ചാബിലെ ഖാദിയാൻ, അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരുടെ ജന്മദേശം കൂടിയാണ്. അവിടെയാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും അഹമ്മദിയ ജമാഅത്ത്. ഓരോ സംസ്ഥാനത്തിലെ എത്ര വീതം അംഗങ്ങളൊക്കെ ഉണ്ടാവും? കുടുംബങ്ങളുണ്ടാവും? കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളും കുടുംബങ്ങളും ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് സംതൃപ്തി അടങ്ങുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ? തീർച്ചയായിട്ടും. ഏതായാലും ഒരു ചുരുങ്ങിയ സമയത്തിനിടയിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത്യാവശ്യം വേണ്ട വിവരങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമസ്കാരം. താങ്ക് യു.